നിങ്ങൾക്ക് അറിയാത്ത ഒരു CCTV നിങ്ങളുടെ എവിടേക്കോ ശ്വേതാജി, എനിക്ക് അതിൽ നിന്ന് ഇന്നൊരു സാധനം കിട്ടിയിട്ടുണ്ട്. അതായത് ഇവരെല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇവര് വേറെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വേറെ. നമ്മുടെ ഡോക്ടറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഡോക്ടറെ പറ്റിയിട്ട് അതെ, ഡോക്ടറെ പറ്റിയിട്ട് ഡോക്ടർ ഇവിടെ പെർഫോമൻസിനാ വന്നത്, ഒരു കോമ്പറ്റീഷനാ വന്നിട്ട്. ഡോക്ടറിന് ഒരു പേരും പൊസിഷൻ എല്ലാം ഉണ്ട്. ഇവിടെ ചെയ്യുന്ന ഏതെങ്കിലും കാരണം അല്ല, ഡോക്ടറിൽ നിന്ന് ആ ഒരു കാര്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒന്നും അങ്ങനെയല്ല, എന്നാലും ഫാമിലി വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ ഇവിടെ കോമ്പറ്റീഷനിലാണ്. പക്ഷെ നിങ്ങൾ ഈ ഇവിടുന്ന് സ്റ്റേജ് വിട്ട് പോകുമ്പോ നിങ്ങള് വേറെ ഒരാളായി മാറി. നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? അതായത് ഡോക്ടറുടെ മനസ്സില് ഒന്നും വിചാരിച്ച് ചെയ്ത ആയിരിക്കില്ല, പക്ഷെ ആ ഒരു മൊമെന്റിൽ അങ്ങനെ ചെയ്തു പോയി. അത് നമ്മൾ കണ്ടുപിടിച്ചു പോയി. അതാണ് പ്രശ്നം. ഞാനെന്ത് ചെയ്ത്? ഡോക്ടർ മാത്രല്ല, സന്ധ്യയും ഡോക്ടറും കൂടിയാണ് അത് ഒപ്പിച്ചിരിക്കുന്നത്. അതെ. CCTVയുടെ കാര്യം ഇവര് മറന്നു പോയിട്ട് അങ്ങ് അറിയാതെ അങ്ങ് അതില് ഇതായി പോയതാണ്. അങ്ങനെ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. CCTV ചെയ്തു. അല്ല, നിങ്ങളുടെ കുറച്ച് ലീഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങള്. ബിക്കോസ് ഞാൻ വേണമെങ്കിൽ ഒരു പ്രൂഫ് തരാം. ആരുടെയാ കൊടുക്കണ്ടേ? ഡോക്ടറിന്റെയോ? ഡോക്ടറിന്റെ കൊടുക്കാം, LED കൊടുക്കാം. അല്ല, എന്താ ഡോക്ടർ, നിങ്ങളുടെ ഹസ്ബൻഡ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അതുകൊണ്ട് ചെയ്യണോ? ഇല്ല, അങ്ങനെ അത് നമുക്ക് സോൾവ് ചെയ്യാന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് കാണിക്കാം, LED തന്നെ വിഷ്വൽ കാണിക്കാം. അപ്പൊ ഇതൊക്കെയാണല്ലേ, ഇതൊക്കെയാണ് അടുത്ത സന്ധ്യയുടെ കാണട്ടെ. സന്ധ്യയുടെ ഈ ആള് ഭയങ്കര സംഭവമാണ്. ഇയാൾ ഇവിടെ വന്ന് എല്ലാരും ലൈൻ അടിച്ചോണ്ടിരിക്കുക. ഈ ഒരു ചേട്ടനെ കിട്ടിപ്പിക്കും, ചേച്ചിമാരങ്ങ് വേറെ ആൾക്കാരായി. ആ പിള്ളേച്ചന്റെ കൂടെയുള്ള നിപ്പ് കണ്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഡോക്ടർ? ഞാനൊരു എമർജൻസി ഓടുമ്പോ പോലും ഞാൻ എന്റെ ഹാർട്ട് ഇങ്ങനെ പടപട അടിച്ചിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് എന്താണ് പ്രശ്നം. അല്ല, അപ്പൊ നിങ്ങൾക്കറിയാലോ നമ്മളുടെ എവിടൊക്കെയാണ് കണ്ണുകള്. മനസ്സിലാക്കുന്നു. സന്ധ്യ, ശ്വേതാജി, ഞാൻ ഈ ഷിക്കാരി ശംഭുവിനെ അവരെ വാക്കിംഗ് സ്റ്റൈല് കണ്ടിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഈ സ്കിറ്റ് തന്നെ കാണാം, ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് വാക്കിംഗ്. പിന്നെ എന്നെ നോക്കി ഒരു മീശ വിരിച്ചു. അപ്പൊ അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ വീണുപോയത്. അതെ, നമ്മുടെ സ്റ്റേജിന്റെ വലിയ സ്റ്റേജ് ആണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആ മ്യൂസിക്കിൽ ആ നടത്തം മാത്രം ഒന്ന് അല്ലേ, ആ കാമുകിമാർക്ക് ഒന്ന് കാണാൻ വേണ്ടിട്ട് മാത്രം. ശരി, വാറുണ്ടിയുടെ ഒരു റാമ്പ് വാക്ക്. നമ്മുടെ അശോകേട്ടന്റെ പോലെയല്ലേ? അശോകേട്ടന്റെ കാമുകിമാര്. ഈ പ്രേമം എങ്ങനെയാ മനസ്സിൽ ഇത്രയും വരുന്നത്? ചേട്ടൻ എവിടെ നിന്നാണ് ഇത്രയും മനസ്സിൽ പ്രണയം? അതിങ്ങനെ അങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയെ കാണുന്നേക്കാളും കൂടുതലായിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കാണുമ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ നോട്ടം എനിക്ക് ഭയങ്കര അശോകേട്ടന്റെ ഫേസ് ഒക്കെയാണ് തോന്നുന്നത്. നമ്മള് ഡോക്ടറെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്തുള്ള കണ്ണിന്റെ എക്സ്പ്രഷൻ ആണ് ഒരു വഷളൻ കാമുകന്റെ എക്സ്പ്രഷൻ ആണ്. വഷളൻ.